ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് കറങ്ങുന്ന പരിപാടി ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ കറങ്ങാൻ പോകാൻ നിന്നില്ല. കാരണം ഇപ്പോൾ ചിമ്മച്ചൊക്കെ പണിക്ക് പോയ സമയമല്ലേ, അവർ വരുമ്പോൾ ഒരു സമയമാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാനൊരു മൂഡ് തോന്നിയില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇക്കയും അനിയത്തിയുടെ കെട്ടിയനും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ആനേനെ കാണാമെന്ന് പറഞ്ഞു. പിള്ളേരൊക്കത്തിനെയും വാരിക്കൂട്ടി വണ്ടി കയറ്റിയിട്ടുണ്ട് കേട്ടോ. പാത്തു അതിൻ്റെ കൂടെ പോയിട്ടുണ്ട് കേട്ടോ. എന്ത് കോലാവെന്ന് അറിയത്തില്ല. എനിക്കും പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ കൊണ്ടുപോയില്ല ഗെയ്സ്. എന്നെ ഇവിടെ ഇവരെ തള്ളിയിട്ടിട്ട് ഇവർ പോയി. പക്ഷെ കാര്യമില്ലാട്ടത്, പോയ പോക്കിലൊരു തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. പാത്തു പകുതി എത്തിയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഇവരിവിടുന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര എടുത്തോ പിടിച്ചോന്നും പറഞ്ഞ ഒരു മഴ ദേ വന്നിട്ടുണ്ട്. അതേ സ്പോട്ടിൽ പാത്തുവിനെ ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവർ തിരിച്ചു പോയേ. ഇക്കനെ ഇവിടെ കൊണ്ടിറക്കിയതിൻ്റെ അന്ന് തന്നെ അവൻ പോയി ആനേനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വിളിക്കുകയും ചെയ്തു, അളിയനുണ്ടെങ്കിൽ വിളിക്കുകയും നമുക്ക് ആനേനെ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അനിയത്തിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇക്ക നേരം കാഞ്ഞിരപ്പള്ളി എത്താറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോഴേ പ്രാവശ്യം വരുമ്പോൾ അവനെയും കൂട്ടി പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നേരത്തെ വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അവിടെ പടുത വലിച്ച് കെട്ടലായിരുന്നു. അങ്ങനെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, മഴ പെയ്ത് മൊത്തം നനയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ തുള്ളിമ്മ അങ്ങനെ മഴ കണ്ട് നോക്കിയിരിക്കുക. അവളെ ഇക്കാക്കതേ മഴയത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. പുള്ളി ഇറങ്ങാറുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളൂ, പക്ഷെ അങ്ങനെ ഇറക്കിയിട്ടില്ല, ജലദോഷമൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ മഴ കണ്ടിട്ട് പുള്ളിക്ക് സമാധാനമില്ല. പുള്ളി വാതിൽക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവനുണ്ടല്ലേ, എപ്പോൾ മഴ പെയ്താലും ഫുള്ള് മഴ തുടങ്ങുന്നത് തൊട്ട് ആ മഴ നിൽക്കുന്നവരെ പുള്ളി ആ മഴ കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇച്ചുവിനാണ് അത് കണ്ടിട്ട് സമാധാനം ഇല്ലേ. ഇച്ചുവിന് മാത്രമല്ല എനിക്കും ചെറിയ സമാധാനക്കേടൊക്കെ ഉണ്ടായിരുന്നു. കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇറങ്ങാൻ തോന്നിയിട്ട്. ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ ഞാനും കുറേ ഇറങ്ങിയിട്ടുള്ളതാണ്. ഇച്ചും ആബിക്കുട്ടനൊക്കെ ഇതെല്ലാം കുടയെല്ലാം ചൂടി മാറി മാറി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയായിരുന്നു. ഒരു ഇച്ചിരി മഴ പെയ്യുമ്പോഴേക്കും റോട്ടിലൊക്കെ വെള്ളം ചെറുതായിട്ട് കുത്തി ഒലിച്ച് വരാൻ തുടങ്ങിട്ടോ. ആ പറമ്പിൻ്റെ തൊട്ടപ്പുറത്താട്ടോ പുഴയുള്ളത്, വലിയ പുഴയാണ്. അപ്പോൾ മഴ അത്യാവശ്യം നല്ലപോലെ പെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഗ്രൗണ്ടിലേക്കൊക്കെ വെള്ളം കയറുന്നുണ്ടോ. അപ്പോൾ അതേ മക്കളൊക്കെ മഴ നല്ല അത്യാവശ്യം വെള്ളം ഒലിച്ച് വരുന്നെന്ന് കണ്ടപ്പോഴേക്കും വഞ്ചി ഉണ്ടാക്കാനുള്ള റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അതേ പരിപാടികൾ. അപ്പോൾ ഇവിടെ എല്ലാവരും വഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾ വഞ്ചി ഉണ്ടാക്കി പഠിക്കുകയാണ് തോന്നുന്നത്. മടക്കിയിട്ട് ഏത് മൂലം മടക്കണമെന്ന് ഒരു പിടുത്തമില്ല, അതും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ വോയിസൊന്നും ഞാൻ കൊടുക്കാത്തത് ഭയങ്കര ഒച്ചയും വെള്ളം കേട്ടോ, അതുകൊണ്ടാണ് വോയിസ് ഞാൻ കൊടുക്കാത്തത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വഞ്ചി ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട കേട്ടോ. കാരണം ഇതുപോലെ എത്തിക്കഴിഞ്ഞാൽ വഞ്ചി പോയിട്ട് കപ്പൽ പോലും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആൾ മടക്കി ഏത് കറ്റം മടക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണേ. ആളാരാന്നൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതേ വഞ്ചി ഒക്കെ റെഡിയാക്കി അനിയത്തി അപ്പുറത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൾ ഓരോന്നോരോന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേർ ഇതവിടെ വഞ്ചിയൊക്കെ ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. എല്ലാവരും കൂടെ ചിലപ്പോൾ തൊട്ടപ്പുറത്താണ് മൂത്തുമ്മാൻ്റെ പാടിയുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ വന്നിരിക്കും. അവിടെ ഇന്ന് കുറേ നേരം വർത്താനം എല്ലാം പറഞ്ഞ് അങ്ങനെ ഇരിക്കട്ടെ. നല്ല രസമാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ. രാത്രി ആണെങ്കിലും അങ്ങനെ മഴയില്ലെങ്കിൽ എല്ലാവരും വരാന്തയിലൊക്കെ വന്നിരിക്കുന്നുണ്ടോ. ഇവിടെ അങ്ങനെ ആരും ഇരിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ മക്കൾ വഞ്ചിയെല്ലാം ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇപ്പോൾ ചിമ്മച്ചിയൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർ ബസ്സിലാണ് വരുന്നത്. ഞങ്ങളുള്ളതുകൊണ്ട് അവർ ഇങ്ങോട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മൂത്തുമ്മ കേട്ടോ. ഞങ്ങൾ ഭാവി എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കി കൊണ്ടുപോയപ്പോൾ ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുറച്ചിട്ടതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോസ് നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വീഡിയോ അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ ചിമ്മിച്ചൊന്നും അവിടെ ഇല്ലായിരുന്നു. ഒരു പണിസ്ഥലത്ത് പോയാൽ ഞങ്ങൾ കണ്ടാണ്ടെങ്കിൽ സങ്കടം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇനിയുള്ള നമ്മളെ വീഡിയോ കാഞ്ഞിരപ്പള്ളി ചെന്നിട്ടുള്ള വീഡിയോ കഴിഞ്ഞിട്ട്. അപ്പോൾ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, വേഗം ചാനൽ കയറി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. നല്ല വീട്ടിൽ പിന്നെ കാണാം. ബൈ, അസ്സലാമു അലൈക്കും, ടാറ്റാ.